നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 70ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഏതാനും സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്സിൻ്റെ ബൈയിങ് ലെവൽ, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾ 43ാമതായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അലോക് ഇൻഡസ്ട്രീസ് ആണ്. അപ്പം അലോക് ഇൻഡസ്ട്രീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ബൗൺസ് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് 35 ടച്ച് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ കറൻറ്റ്ലി 29 രൂപ 60 പൈസയ്ക്കാണ് നമുക്കിത് ലഭിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് റീജിയനിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വോളിയം പതുക്കെ ഇൻക്രീസ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് 29 രൂപയ്ക്ക്, അതായത് ഇതേ കറൻറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. 29 റീജിയനിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക, കൃത്യമായ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്ക് 35 റീജിയൻ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ടാർഗറ്റായിട്ട് നമുക്ക് 6 രൂപയുടെ ഒരു ടാർഗറ്റും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 3 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസും, ഈ 26 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസും, നമുക്ക് 3 രൂപയുടെ ഒരു റിസ്ക്, നമുക്ക് റിവാർഡായിട്ട് 6 രൂപ, 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഈ സ്റ്റോക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്സിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടേതായ അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് സ്വിംഗ് ട്രേഡിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ അനാലിസിസ് ആണ് നടത്തുന്നത്. നമ്മളിവിടെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചാണ് സ്റ്റോക്സിൽ എൻട്രി എടുക്കുന്നത്. ഒരുപക്ഷെ സ്റ്റോക്ക് ടാർഗറ്റ് കിട്ടാം, ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് കിട്ടാം. ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആ ഒരു സൈഡിൽ എക്സിറ്റ് ആകുക. ഒട്ടും ഹോൾഡ് ചെയ്യാതെ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് HFCL ആണ്. HFCLും ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിനെ ടച്ച് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. 100 ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. 82 രൂപ 80 പൈസയ്ക്കാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും പതുക്കെ ഈ ഒരു സ്റ്റോക്കിലും വോളിയം ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 81, 82 റീജിയനിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ നല്ലൊരു എൻട്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ടാർഗറ്റായിട്ട് 94, നമുക്ക് ഒരു 13 രൂപയുടെ ഒരു ടാർഗറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് 74 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ്, നമുക്ക് 7 അല്ലെങ്കിൽ 8 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസും 13 രൂപയുടെ ഒരു ടാർഗറ്റുമാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെയും മോശമില്ലാത്ത നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.